Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടുവാൻ കഴിയും? In our life, how can we face the problems that come against ഒരു us? പ്രശ്നം നമ്മുടെ നേരെ വരുമ്പോൾ When a problem comes against us, നാം നിരാശരാകരുത്. we must not be saddened or desperate. ഓവർകമ്മിങ് ഡെസ്പറേഷൻ, നിരാശയുടെ മേൽ ജയം കണ്ടെത്തുക. Find victory over your desperation. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ ജയം കാണുവാൻ നാം ആഗ്രഹിക്കണം. We must desire to find a victory over the problems in our life. നമ്മുടെ ജീവിതത്തിൽ വിക്ടറി ഉണ്ടായത് പലപ്പോഴും നമ്മൾ മറന്നിട്ട് നാം ഡിഫീറ്റിലേക്ക്, നിരാശയിലേക്ക്, താഴേക്ക് നാം ഇറങ്ങിപ്പോവുകയാണ്. Many times in life, we forget the victories that we have experienced and we go towards and focus on the defeats and the negative issues of life. നോ പെയിൻ നോ ഗെയിൻ. വേദന ഇല്ലാതെ നേട്ടമില്ല. In life, without pain, there is no gain. നോ തോൺസ് നോ ത്രോൺ. മുള്ളുകളില്ലാതെ പദവിയില്ല. Without thorns in life, we can never experience honor and positions. നോ ഗഡ്സ് നോ ഗ്ലോറി. ധൈര്യമില്ലാതെ ദൈവമഹത്വമില്ല. Without courage in life, we cannot experience the glory of God. നോ ക്രോസ് നോ ക്രൗൺ. കുരിശില്ലാതെ കിരീടമില്ല. Without the cross, there is no crown we can experience. നമുക്കൊരു കിരീടം ആവശ്യമാണ്, പക്ഷേ നാം ക്രോസിലൂടെ പോയേ മതിയാകുള്ളൂ. We need to have a crown in life, but the only way to that is through the cross. ഏലിയാവ് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു. Elijah did many ministries. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്കിൽ അവൻ കടന്നു വിശ്വസിച്ചു. However, at one point of time, he totally believed in the words of a woman named Jezebel. അവൾ പറഞ്ഞു, നാളെ ഈ സമയത്തിന് മുമ്പ് നിന്റെ ജീവനെ അപായപ്പെടുത്തുമെന്നും ശരീരം ചിതറിച്ചു കളയുമെന്നും അവൾ പറഞ്ഞു. She told Elijah that tomorrow by this time of the day, I will kill you and I will tear your body into pieces. ദൈവത്തിന്റെ വാക്കിൽ അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. He was unable to believe in God's word at that time. അതിന് മുമ്പോട്ടുള്ള ചരിത്രവും ജീവിതവും എടുത്താൽ ദൈവം ഏലിയാവിന് വേണ്ടി ചെയ്തത് വലിയ കാര്യമായിരുന്നു. He was not able to believe in what God had spoken to him. If you take his history backwards, whatever God did for him were great. ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാതെ സ്ത്രീയുടെ വാക്കിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് കരയുവാൻ തുടങ്ങി. However, he did not consider what God did for him. Instead, he believed in that woman's words for him. Because of that, he was crying under the plant and telling God. ഏലിയാവിന്റെ ജീവിതത്തിൽ അതൊരു ക്രോസ് പീരീഡ് ആയിരുന്നു. In Elijah's life, that was a period of the cross. അതവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. He was unable to believe that. എന്നാൽ ദൈവം അവനൊരു ക്രൗൺ കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. But he was not able to understand that God was going to give him a crown in life. അവൻ പറഞ്ഞത്, എനിക്ക് മരിക്കണം. He said to God, I want to die. എന്നാൽ ദൈവം അവനെ ഡിഫീറ്റിൽ നിന്ന് വിക്ടറിയിലേക്ക് നടത്തി. However, God led him from defeat to victory. നിങ്ങളുടെ ജീവിതത്തിലെ ഡിഫീറ്റ്, നിരാശയിൽ നിന്ന് വിക്ടറിയിലേക്ക്, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് ദൈവം നയിക്കാൻ പോവുകയാണ്. In your life, God is going to lead you from defeat to victory. ഈ ദൈവം എത്ര നല്ലവരാണ്. Oh, how God this good is. ഇന്ന് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകും. Oh, how good this God is. Today your life is ദൈവത്തിന്റെ going to change. ഭയങ്കര മഹത്വം നിങ്ങൾ കാണാൻ പോകും. You are going to see the great glory of God. നിങ്ങളുടെ നിരാശകളെ എടുത്തു കളയുക. God is taking away all your sorrows. നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിരാശപ്പെട്ടിരിക്കുന്നത്? In what areas are you saddened? കുഞ്ഞുങ്ങളുടെയാണോ? Is it about your children? ഫാമിലി ലൈഫിലാണോ? Is it about your family നിങ്ങളുടെ life? ബിസിനസ്സിലാണോ? Is it about your business? നിങ്ങളുടെ രോഗത്തിലാണോ? Is it about your sickness? നിങ്ങളുടെ ജേർണിയെ കുറിച്ചാണോ? Is it about your journey? നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണോ? Is it about the fact that you lost your job? ഭാരപ്പെടണ്ട. Don't worry. ദൈവം നിരാശയെ കവിയുന്ന വലിയ ജയം നിങ്ങൾക്ക് തരാൻ പോകും. God is going to give you a great victory that supersedes all your sadness. കർത്താവേ, ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. Lord, I bless these people. അങ്ങയുടെ കരം ഈ ജനത്തിന്മേൽ വയ്ക്കണമേ.
Lord, place your hands upon these people. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Lord, do miracles. അങ്ങ് അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. Lord, please do miracles. അങ്ങയുടെ മഹത്വം ഇറങ്ങണമേ. Lord, let your glory come down. അത്ഭുതം ചെയ്താട്ടെ. Lord, please do miracles. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നിങ്ങളിത് ഷെയർ ചെയ്യണം. ഈ പ്രോഗ്രാം ഷെയർ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ചില വിടുതലിന്റെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ ഇടയായിത്തീരും. ലവ് യു. God bless you, and you must share this video to others as well. And as they hear it, you're going to experience miracles. They also will experience miracles. God bless you.